എത്ര പേരാ കല്യാണ ഇഷ്ടത്തിന് വന്നത്? അവരോടൊക്കെ ഇനി എന്തു പറയും? 6 മാസം കഴിഞ്ഞ് കല്യാണം നടത്താന്ന് പറഞ്ഞല്ലേ? അവര് പന്തല് വരെ ഏർപ്പാടാക്കി മാമാ. അവര് പന്തലിട്ടതാന്നോടാ വലിയ കാര്യം. എടി ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവൻ കല്യാണം കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തേക്ക് ചാടുമെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ വല്യേച്ചി അവനങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്താ നമ്മുടെ കുടുംബത്തിന് മാന പോണം. ചെറുക്കനും മണം കൂടെ വിളിച്ചോടി പോയി കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോഴാ 2 കൂട്ടരും കൂടെ ഒന്നിച്ചതേ. അല്ലെങ്കിൽ 2 കൂട്ടരും കൂടെ തമ്മിൽ തല്ലി പിരിഞ്ഞു പോയവരാ. അതെ. ദിവ്യ എന്തേ സുകുമാരി ചേച്ചി? അവൾക്കിന്ന് സിൻഡിക്കേറ്റ് ബാങ്കിന്റെ പരീക്ഷയുണ്ട് ചേച്ചി. എടോ, പെണ്ണു വീട്ടുകാര് ആടി കളിക്കുന്നുണ്ടല്ലോ. ഇത് സിമെന്റ് ഇട്ട് ഉറപ്പിച്ചേക്കണം. കുറച്ച് മണനും കൂടെ ചർച്ചയ്ക്കാവും. വാർത്തകളെ അപ്പോ നമ്മളെല്ലാരും പറഞ്ഞ പോലെ മലയാള മാസം മേടവം 29 കല്യാണം. എന്തേ? അതിന് 2 ആഴ്ച മുമ്പ് നമ്മൾ കല്യാണ സാരിയും ആഭരണമൊക്കെ എടുക്കും. എല്ലാവർക്കും സമ്മതല്ലേ? മാറ്റൊന്നുമില്ലല്ലോ. നീയും കൂടെ വാ. അച്ഛാ പോവാം. അമ്മ വരുന്നില്ല. അതെന്ത് പരിപാടിയാ അമ്മേ? നമുക്കെല്ലാവർക്കും വേണ്ടിയല്ലേ ഡ്രസ് എടുക്കുന്നേ? അവരോടെന്ത് പറയും ഇനി? ഇത് നിനക്ക് വേണ്ടി മാത്രം നടത്തുന്ന കല്യാണമല്ലേ? അപ്പൊ നീ തന്നെ ചരക്കെടുക്കാൻ പോയച്ചാ മതി. എനിക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞേര്. അമ്മ തമാശ കളിക്കാതെ വാ അമ്മേ. എടാ, ഈ പെണ്ണ് വീട്ടുകാർ അവരുടെ പൊങ്ങച്ചം കാണിക്കാൻ നടത്തുന്ന പരിപാടിയാണ് ഈ ചരക്കെടുപ്പ്. അതിന് വന്ന് നിന്ന് തരാൻ എനിക്ക് മനസ്സില്ല. അടിപൊളി. പോവാം. നീ വരുന്നോ? കേറിക്കോ. അയ്യോ, അച്ഛൻ വരുന്നില്ലേ? പിന്നെ ഞാൻ കൂടെ. ഇങ്ങക്ക് നാണമില്ലല്ലോ. എല്ലായിടത്തും വരിഞ്ഞു കയറി പോയിക്കോളൂ. പോയിട്ട് വാ. നിന്ന് ചമ്മാതെ പോയി പെനയില് കലക്കാൻ നോക്കാം. വെൽക്കം. ഇതാണ് നമ്മുടെ. എങ്ങനെയുണ്ട്? അടിപൊളി. കൊള്ളാം. ഈ ഫ്ലാറ്റ് മുഴുവൻ നമുക്ക് പിള്ളേരെ കൊണ്ട് നിറയ്ക്കണം. അതിന് അരുണേട്ടൻ കൂടി പേരേണ്ടി വരും. അത് വേണ്ട. കല്യാണമാണ്, വരണം. കല്യാണമാണല്ലേ? കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. പിന്നെ പലതവണ ഇതും പറഞ്ഞ് ലീവ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഇത്തവണ ഒരു 3 ദിവസം ലീവ് എടുത്തോ. പോയി അടിച്ചു പൊളിച്ചു. പിന്നെ തിങ്കളാഴ്ച തിരിച്ച് ജോയിൻ ചെയ്യണം. 3 ദിവസം പറയുമ്പോ ഒന്ന് സെക്കൻഡ് സാറ്റർഡേയും മറ്റേ സൺഡേ അല്ലേ? അത് ശരിയാണല്ലോ. എടാ, നിന്നെ കൊണ്ട് പറ്റാത്തോണ്ടാ. ഞാനായിരുന്നു നിങ്ങളുടെ ചൊറിച്ചില്. കല്യാണമാണ്, വരണം. ഹാപ്പി മാരീഡ് ലൈഫ്. സുദീപ് സർ, കല്യാണമാണ്. കൺഗ്രാജുലേഷൻസ് സ്വാതി. കണ്ടിത്ത ಬರ್ತೀನಿ. താങ്ക് യു. കുഞ്ഞിക്ക, എന്ത് രസമുള്ള ഫോട്ടോസ് അല്ലേ? ജീവിതത്തിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ മിനിമം 2 എണ്ണെങ്കിലും കഴിക്കണം അല്ലേ? അതെ. അരുണേട്ടാ, എന്താണ് എപ്പോഴാണ് ഇപ്പൊ കല്യാണം? അടുത്ത മാസം 12. അതിങ്ങ് എത്തിയല്ലോ. അപ്പൊ തുണി മാറുന്നതും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ കല്യാണത്തിന്റെ ഉണ്ടല്ലോ. അതുകൊണ്ട് അപ്പൊ ഞാൻ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നേക്കാം. ഊതല്ലേ. നീയേ നല്ലൊരു ക്യാമറ എടുത്തിട്ട് വേണം അങ്ങോട്ട് വരാൻ, കേട്ടോ? എനിക്കൊരുപാട് വിളിയുള്ളതാ. പോട്ടെ. എടാ ജോബി, 12-ാം തീയതി വേറെ വല്ല പരിപാടി ഉണ്ടോടാ? ഇല്ല കേട്ടോ. എന്നാ ഏതെങ്കിലും ഒന്ന് ബാക്കപ്പിന് പിടിച്ചിട്ടോ. ശരി. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് പകുതിക്ക് നിന്ന് പോയതാ. ഫോക്കസ് റെഡിയാക്കില്ല. ഓക്കെ, കിട്ടിക്കോ കിട്ടിക്കോ കിട്ടിക്കോ. അങ്ങോട്ട് മാറി നിൽക്കും. നല്ല ജോഡിയല്ലേ ബോസ്? താൻ ആ സെയിൽസ് റിപ്പോർട്ട് മൺഡേ വെക്കാൻ മറക്കണ്ട. ഞാൻ അവരെ അനുകരിക്കാൻ പോലെ എന്റെ കല്യാണത്തിന് അനുകരിച്ചാൽ മതി.
ആ മോളെ ആ വിളക്ക് കൊടുത്ത് സ്വീകരിച്ചാൽ ആ വളയുടെ ചടങ്ങ് കഴിഞ്ഞാലേ മോക്കം അങ്ങോട്ട് കയറാലോ അല്ലേ? നമുക്ക് അടി തുടങ്ങാല്ലേ? മെല്ലനെ, മെല്ലനെ, ആ. തിരി ഇങ്ങോട്ട് തിരിച്ച് സ്ലോ മോഷനില് പതുക്കെ പതുക്കെ ഇട്. ആ, കേറ്റിക്കോ. അങ്ങ് തള്ളി കയറ്റിയോട്. ആ തള്ളി കയറ്റിക്കോട്. പണി പാളി. വല്യച്ചി ഇത് മനഃപൂർവ്വം ചെറുത് നോക്കി വാങ്ങിയതായിരിക്കും. ഇവിടെ വന്ന് മാറി. സുപ്രധാന സ്വഭാവം കാണിക്കില്ലേ? അല്ലായിരിക്കും. ആ കേറുന്നില്ലല്ലേ? ആ സോപ്പിട്ട് വെപ്പിച്ചാൽ മതി, കേറിക്കോളൂ. ആ വറ സോപ്പ് നല്ലതാണ്, അതിട്ടപ്പോ അതായി. കുഴപ്പമില്ല മോളെ, സോപ്പിട്ട് പോയിപ്പിച്ചാൽ മതി, കേറും. കേറി വാ. കേറിക്കോ. ഞാനൊന്ന് പൊത്തിക്കോട്ടെ. മറി. എന്നാലും ആ വള കയറാത്തത് വലിയ കഷ്ടമായിപ്പോയി. അമ്മ സ്വർണ്ണം എടുക്കാൻ വരാത്തോണ്ടല്ലേ അളവിന് മേടിക്കാൻ പറ്റാതിരുന്നത്. അല്ല, ഒരു വള കയറാത്താണോ ഇത്ര വലിയ പ്രശ്നം? അല്ല, നീ തന്നെ ഒരു വള മേടിച്ച് അമ്മയുടെ കയ്യിലിട്ട് കൊടുത്താൽ മതി, അമ്മയ്ക്ക് സന്തോഷാവും. പിന്നെ പിന്നൊന്നുമില്ല. ഞാൻ ഒന്നും പറഞ്ഞു തരുന്നില്ല. മിണ്ടാതെ അവിടെ അടങ്ങിക്കിടന്നോ. മര്യാദയ്ക്കൊന്ന് ശ്വാസം വിട്ട് അപ്പുറത്ത് കേൾക്കും. മിണ്ടി പോരുത്. നിങ്ങളുടെ നാട് കൊള്ളാട്ടാ. പിന്നെ ചുമ്മാതാണോ? അതെ, എനിക്ക് പറ്റിയ സുന്ദരികളായ ക്രിസ്ത്യാനി പെൺകുട്ടികളെ കിട്ടുമോ? പോടാ. അതെ, അവന്റെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നു. എവിടെ? അവൻ ഈ ആദ്യരാത്രിയിലും ഫേസ്ബുക്കിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഫേസ്ബുക്കിൽ മാത്രമേ അപ്ഡേറ്റ് ആയി കാണത്തുള്ളൂ. എന്തു വേണം? തനിക്ക് LP സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചുള്ളല്ലേ, കുറച്ചുകൂടി ഡീസൻ്റ് ആയിക്കൂടെ? അങ്ങനെ ആവണേ. ആവല്ലേ ലേ. ചായ വേണമെങ്കിൽ ഞാനുണ്ടാക്കാട്ടോ അമ്മേ. ചായയൊക്കെ ഇട്ടു. ദേ ആ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ചെടുത്ത് അരുണിനും കൂടെ കൊടുത്തേക്ക്. അതെ, നീ കുളിച്ചില്ലായിരുന്നോ? ഇല്ല. ആ മോളെ, ഞങ്ങൾ പഴയ തറവാട്ടുകാരാ. പഴയ ചിട്ടുകളൊക്കെയാ. രാവിലെ എല്ലാവരും കുളിച്ചിട്ടൊക്കെ അടുക്കളയിൽ കയറാറുള്ളൂ. ആ പുറത്തെ സിങ്കിലെ കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ട്. മോളതൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ മതി. മോർണിംഗ്. അതെ, ഇവിടെ അടുത്ത് വല്ല കുളം എന്തെങ്കിലും? ആ, ഞാൻ പോയി വിസ്തരിച്ച് കുളിച്ചിട്ട് വരാം. നിങ്ങളുടെ അമ്മയ്ക്ക് സന്തോഷായിക്കോട്ടെ.